ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ലീല സ്റ്റോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊരു വിഷയമായിട്ട് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് പിന്നെ നിലപാടുകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും നിലപാടുകളുള്ളവരാണ്. പക്ഷെങ്കിൽ നിലപാടുകൾ മാറ്റി പറയുന്നതാണ് ഇന്ന് മുക്കാലും ആൾക്കാരുടെ ഒരു സ്വഭാവമായിട്ട് കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ ഇന്ന് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻ്റ് ഇടണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം അഭ്യർത്ഥിക്കുന്നു. അപ്പം നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പറയുന്ന സബ്ജക്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്ന നിലപാടുകൾ. നമുക്കെല്ലാവർക്കും ഓരോരോ നിലപാടുകളുണ്ട് അല്ലേ? എല്ലാവർക്കും നിലപാടുകളില്ലാത്തവരൊന്നും മനുഷ്യരായിട്ട് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. നമുക്കെല്ലാവർക്കും ഉള്ള നിലപാടുകൾ, ഓരോ വ്യക്തിക്കും ഓരോ നിലപാടുകളാണ്. അപ്പം നിലപാടുകൾ നമ്മുടെ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. ഓരോ വ്യക്തിയുടെ നിലപാടെന്ന് പറയുന്നത് ആ വ്യക്തി എങ്ങനെയുള്ള ആളാണെന്നും ആ വ്യക്തിയിലെ എന്ത് സവിശേഷതയാണുള്ളതും എന്തൊരു സ്വഭാവ നൈപുണ്യമാണ് ആ വ്യക്തികളിലുള്ളതെന്നും ഒക്കെ അറിയാൻ നമുക്ക് ഓരോ വ്യക്തികളുടെ നിലപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നിലപാടുകളില്ലാത്ത ആൾക്കാരുണ്ട്, ഒരു നിലപാടും ഇല്ലാത്ത ഒരാൾക്കാരുണ്ട്. സമയമനുസരിച്ചും സന്ദർഭം അനുസരിച്ചും തൻ്റെ വ്യക്തിത്വ നന്മയ്ക്ക് വേണ്ടിയിട്ടും മറ്റ് പലവിധമായ ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുമൊക്കെ സ്വന്തം നിലപാടുകളെ നിമിഷം പ്രതി മാറ്റുന്ന ആൾക്കാരുണ്ട്. നമ്മളത് കാണുന്നുണ്ട്. ഇന്ന് പലരുടെയും സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ നിലപാടുകളെ നിമിഷം കൊണ്ട് മാറ്റുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം എനിക്കൊരു നിലപാടുണ്ടെങ്കിൽ, എൻ്റെ നിലപാടുണ്ടെങ്കിൽ, എനിക്കൊരു നിലപാടുണ്ടെങ്കിൽ സത്യത്തിൽ ഉറച്ച് നിൽക്കുക, സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുക. പിന്നെ നമ്മുടെ എവിടെ നമ്മളായിരുന്നാലും, എവിടെ പോയാലും എടുത്താലും, ഏത് സമൂഹത്തിൽ പോയാലും, ഏത് ജോലിയിടങ്ങളിലായാലും, എവിടെയായാലും നമ്മുടെ നിലപാടുകൾ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാക്കിത്തരും. നമ്മുടെ നിലപാടുകൾ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാക്കിത്തരും. കാരണം ആ വ്യക്തിത്വത്തിന് നമ്മൾ വെള്ളം ചേർക്കാതെ നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പലതും നഷ്ടപ്പെടാം. ഒരുപക്ഷെ നമുക്കെല്ലാം നഷ്ടപ്പെടാം, പലതും നമുക്ക് നഷ്ടപ്പെടാം. പദവികളെ, ബഹുമാനങ്ങളെ, പുരസ്കാരങ്ങളെ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോൾ എനിക്കതിനെപ്പറ്റിയൊക്കെ ഏറെ അനുഭവങ്ങളിൽ കൂടാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസും ചെയ്യുന്നത്. എൻ്റെ അനുഭവങ്ങളിൽ, എനിക്ക് ലഭിച്ച അനുഭവങ്ങളിൽ കൂടെയാണ് ഞാൻ ഓരോ വീഡിയോകളും ഞാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നതുകൊണ്ട്, എൻ്റെ വ്യക്തിത്വത്തിന് ഞാൻ ഉറച്ചു നിന്നതുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ നിലപാടുകളെ ഞാൻ സത്യസന്ധമായും കൃത്യനിഷ്ഠതമായ അല്ലെ എൻ്റെ നല്ല നിലപാടുകളെ ഞാൻ മാറ്റാതിരുന്നത് കൊണ്ടും എനിക്ക് ഒരു നല്ല നേഴ്സിംഗ് അവാർഡ് കിട്ടാതെ പോയിട്ടുണ്ട്. അത് 2012 ഞാൻ യമനിൽ ജോലി ചെയ്യുന്ന സമയത്ത്, യമൻ മിലിറ്ററി ജോലി ചെയ്യുന്ന സമയത്താണ് നേഴ്സസ് ഡേയ്ക്ക് എല്ലാവർക്കും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബെസ്റ്റ് സ്റ്റാഫിനുള്ള ഒരു അവാർഡ്. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാഷ്വാലിറ്റിയാണ്. യുദ്ധം നടക്കുന്ന സമയമാണല്ലോ, യുദ്ധങ്ങളാണല്ലോ വരുന്നത്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടുത്തെ അറബി നന്നായിട്ട് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റി. അതിൻ്റെ കഷ്ടപ്പാടും ഞാൻ കുത്തിയിരുന്ന് പഠിച്ചതും ദൈവം തമ്പുരാൻ തന്ന ബുദ്ധിയിലും എല്ലാത്തിലുമാണ് അറബി ഭാഷ എനിക്ക് അത്രയ്ക്ക് ഹൃദിസ്ഥമാക്കുവാൻ. അത് അവരുടെ വില്ലേജിലെ ഭാഷയായാലും, കാട്ടറബി എന്ന് പറയുന്നത് ആ ഭാഷയായാലും എല്ലാം പഠിക്കുവാനെ കൊണ്ട് ദൈവം സഹായിച്ചു. അത് അവിടെ ചെല്ലുമ്പോൾ ഒന്നും നമുക്കറിയത്തില്ല, സാധനങ്ങൾ തൊട്ട് കാണിച്ച് നമ്മൾ മേടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ ആ ഭാഷ പഠിച്ചെടുക്കാൻ പലരും എന്നെ സഹായിച്ചു, അറബി ഭാഷ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ, അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അനിയന് ഒമാനിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നെക്കാളും മുന്നേ ഗൾഫിന് പോയ വ്യക്തിയാണ്. അപ്പം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, 10-20 വർഷം ഇവിടെ ഇരുന്നാലും ഈ ഭാഷ പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതെന്തൊരു ഭാഷയാണ്, ഒരു തരത്തിലൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഈ ഹിന്ദിയൊക്കെ കുറച്ചൊക്കെ അറിയാമല്ലോ, പിന്നെ പഠിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യവും മനസ്സുറച്ചും ഇത് ചെയ്തു കഴിഞ്ഞാൽ ചലഞ്ചായിട്ട് എടുത്താൽ അതിനെടുത്താൽ നമുക്ക് ഭാഷ പഠിക്കുന്നത്. ആ വേഴ്സിനെ ഞാൻ ചലഞ്ചായിട്ട് എടുത്തിട്ട് ഇംഗ്ലീഷ് അറബിക്ക് ഒരു പുസ്തകം മേടിച്ചു. എന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു, സിസ്റ്റർ നിന്നെ ഇത് സഹായിക്കും, ഇംഗ്ലീഷ് അറബിക്ക് പുസ്തകം, അത് നിന്നെ ഭാഷ പഠിക്കാൻ സഹായിക്കും. ഞാൻ 150 MN റിയാൽ കൊടുത്തിട്ട് ഞാനത് മേടിച്ചു. അത് ഇംഗ്ലീഷ് അറബിക്കാൻ, അത് ഗ്രാമർ ഉൾപ്പെട്ട ഒരു ഇംഗ്ലീഷ് അറബിക്കാന്ന്. ആ പുസ്തകം എന്നെ ഒത്തിരി സഹായിച്ചു. പിന്നെ പേഷ്യൻസ് സഹായിച്ചു, കൂടെ ജോലി ചെയ്യുന്നവർ സഹായിച്ചു. കാരണം ഏതൊരു വേർഡ് കേട്ടാലും ഞാനത് ഉടനെ എഴുതിയിടും, എന്നിട്ട് ഇംഗ്ലീഷെങ്കിലും അറിയാവുന്നവരോട് അല്ലെ ഈ പുസ്തകത്തിൽ വന്ന് ഞാൻ നോക്കിയെടുത്തു. അങ്ങനെയാണ് വളരെ കഷ്ടപ്പെട്ട് ദൈവത്തിനോടും പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ഭാഷ പഠിച്ചെടുക്കാനുള്ള എനിക്ക് ബുദ്ധി ഞാനും തരണമേ. കാരണം അറബി ഭാഷയാണ് ഏറ്റവും പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്കെല്ലാം തൊണ്ടയ്ക്കുന്നാണ് നമുക്കതിൻ്റെ ഉച്ചാരണം വരുന്നത്. അതിലൊരു ശക്കലും അങ്ങോട്ട് മാറിപ്പോയ മീനിങ് മാറിപ്പോവും. അതാണ് ആ ഭാഷയുടെ വ്യത്യാസം. ആ ഭാഷയുടെ അക്ഷരം ഇംഗ്ലീഷിലെ ABCD 26 അക്ഷരത്തിൻ്റെ അത്രയും ഉള്ളൂ അവിടുത്തെ അക്ഷരങ്ങളും. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എൻ്റെ കഠിനാധ്വാനം കൊണ്ടും ഞാൻ ഉറക്കളച്ചിരുന്നു ഒക്കെ പഠിച്ചു എടുത്തു ആ ഭാഷ ഹൃദിസ്ഥമാക്കുവാൻ നല്ലതുപോലെ. എന്നേക്കാൾ സീനിയേഴ്സ് അവിടെ ജോലി ചെയ്യുമ്പോഴും അവരെക്കാളൊക്കെ ഹൃദിസ്ഥമായിട്ട് ഭാഷ പഠിച്ചെടുക്കുവാനെ കൊണ്ട് സഹായിച്ചു. അപ്പം അങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹാസിലാക്കണേ, നമ്മളതിൻ്റെ പിന്നിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണമെന്നുള്ളതിനാണ്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടെ വേണം. ദൈവം എല്ലാം നമ്മുടെ കൈ കൊണ്ട് തരത്തില്ല. ചിലർ പറയുന്ന കേൾക്കാം വിധിയാ അങ്ങനെ ഇങ്ങനെ. പക്ഷേ വിധി അല്ല, മനുഷ്യരാണ് കുറേ വിധികളുണ്ടാക്കുന്നത്. നമ്മൾ പരിശ്രമം ചെയ്താൽ, ഒരു കവിവാക്യം തന്നെ പറയുന്നുണ്ടല്ലോ, പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളതാണ്, ദീർഘങ്ങളാം കൈകളെ നൽകി അത്രേ മനുഷ്യരെ പാരലയച്ചതന്നെ. അപ്പം നമ്മളൊന്നും നമ്മുടെ ചുമ്മാതിരുന്ന് നമ്മുടെ കയ്യിൽ കൊണ്ടുത്തരുമോ? ഇല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ഇത് രണ്ടും കൂടെ ആകുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ എങ്കിലും ആയിത്തീരുവാനായിട്ട് പറ്റുകയുള്ളൂ. മീൻസ് ഞാൻ പറഞ്ഞു വരുന്നത് കുറേ പണം സമ്പാദിച്ചു വെക്കുന്നതോ വലിയ വീടുകൾ ഉണ്ടാക്കുന്നതോ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല നമ്മുടെ നേട്ടം എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്താണ്, നമുക്ക് നല്ല മനസ്സുണ്ടാവുക, നല്ലൊരു ഹൃദയത്തിനുടമയാണ് ഉണ്ടാവുക. ഒരു ദുഃഖത്തിലും പ്രയാസത്തിലും മറ്റുള്ളവരെ വാക്കുകൊണ്ട് പോലോ നമ്മളെ കൊണ്ട് ഏത് രീതിയിൽ സഹായിക്കാൻ എടുക്കാനും പറ്റും. മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു സ്ഥാനമുണ്ടാക്കുക, അതാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെ വിഷയത്തിലേക്ക് പോയി. എന്നാൽ നിലപാടുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ പേഷ്യൻസിനോടാണ് എനിക്ക് കടപ്പാടുള്ളത്. അപ്പോൾ അവിടെ കള്ളത്തരങ്ങളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ഇൻചാർജുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആ ഇൻചാർജിൻ്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ മിലിറ്ററിയിലെ പേഷ്യൻസാണ് വരുന്നത്, യുദ്ധവും കാര്യങ്ങളും. അപ്പോൾ പല മെഡിസിൻസും നല്ല വിലയുള്ള മെഡിസിൻസ് ഉണ്ട്, ആൽബമിനും അങ്ങനെയൊക്കെയുള്ള പല മെഡിസിൻസുള്ള വിലയുള്ള മെഡിസിൻ. അപ്പം ഈ ഇൻചാർജ് എന്തോ ചെയ്യും, ഇതൊന്നും പേഷ്യൻസിന് കൊടുക്കാൻ നമുക്ക് തരാതെ അവൻ്റെ കയ്യിൽ വെച്ചിട്ട്, അവൻ്റെ അല്ല ഇത് മിലിറ്ററിയുടെയാണ്, പക്ഷേ അവൻ ഇൻചാർജ് അവൻ തരണം നമ്മുടെ കയ്യിൽ. പിന്നെ അവൻ്റെ ആൾക്കാരൊക്കെ കടന്നു വരുന്ന സമയത്ത് മനസ്സിലായോ, അയാളുടെ റിലേഷനും അയാളുടെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, പാവം പിടിച്ച മിലിറ്ററികൾ വന്നിട്ട് അവർക്ക് ഇത് കൊടുക്കാതില്ലെന്ന് നീ പറഞ്ഞു നിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേ. പക്ഷേ ഇപ്പം നിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ പക്ഷപാതം അത് ആ നിലപാടുകളോടൊന്നും എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്, ആ വ്യക്തിക്ക് എന്നോട് ഇഷ്ടമില്ലാഞ്ഞത് കൊണ്ട്, കാരണം അയാളുടെ തെറ്റുകൾക്ക് ഞാൻ കൂട്ടു നിൽക്കാഞ്ഞത് കാരണം ഈ 2012 ഈ നേഴ്സസ് ഡേ ആഘോഷിക്കുന്ന സമയത്ത് കോൺഫറൻസ് ഹാളിൽ എല്ലാം അലങ്കരിച്ചു, എല്ലാം ഇതുമായി. അപ്പം തലേ ദിവസമേ എല്ലാവരും അറിഞ്ഞ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കാണ്. അപ്പം ഞങ്ങളുടെ ഇൻചാർജ്, ഞങ്ങളുടെ കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളി തന്നെ ഗോപൻ തന്നെയാണ്. പേരൊക്കെ എൻ്റെ എഴുതി അയച്ചത്. എന്നാൽ എൻ്റെ അച്ഛൻ്റെ പേരും കൂടെ ഒക്കെ ചേർത്തായിരുന്നു. കാരണം ഈ ഹോസ്പിറ്റലിൽ അത്രയും ഭാഷ അറിയാവുന്നതും എല്ലാവർക്കും ഒരു മതിപ്പും, പിന്നെ അവിടുത്തെ ഡയറക്ടറിനെയൊക്കെ ഞാനാണ് നോക്കിയത്. അങ്ങനെയൊക്കെയുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ചേച്ചിക്കല്ലാതെ ആർക്കാണത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗോപൻ തന്നെയാണ് എൻ്റെ പേരെല്ലാം അടിച്ചു കൊടുത്തത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്, ബെസ്റ്റ് സ്റ്റാഫ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പം പിറ്റേ ദിവസം ഈ കോൺഫറൻസ് ഹാളിലെ ഇത് നേഴ്സസ് ഡേ എല്ലാം ആഘോഷിക്കുക. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആൾക്കാരെ ഈ ഈ അവാർഡുള്ളവരെ വിളിച്ചു. അപ്പം
എല്ലാത്തെയും പറഞ്ഞു കാഷ്വാലിറ്റിയിലാണ് ഞാൻ. കാഷ്വാലിറ്റി പേര് വിളിച്ച് ബെസ്റ്റ് സ്റ്റാഫിനുള്ള അവാർഡ് കൊടുക്കുമ്പോൾ അത് എൻ്റെ പേരല്ല, എൻ്റെ ജൂനിയറിനാണ്. എൻ്റെ ജൂനിയർ, ഞാൻ ഭാഷയും ഒക്കെ പഠിപ്പിച്ച് എല്ലാം പറഞ്ഞു കൊടുത്ത് എൻ്റെ ജൂനിയറിനാണ് അത് പോയത്. അത് അർദ്ധരാത്രി കൊണ്ട് അത് എൻ്റെ പേര് മാറ്റിയിട്ട് അത് മാറ്റി വേറൊരു വ്യക്തിക്ക് കൊടുത്തു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാൻ നല്ലതായിട്ട് ജോലി ചെയ്യാൻ കേട്ടോ. പേഷ്യൻസിനെല്ലാം എന്നെ കാര്യം, ഹോസ്പിറ്റലിൽ എല്ലാവർക്കും എന്നെ കാര്യം, ഞാൻ ഇടപെടുന്ന എല്ലാവർക്കും എന്നെ കാര്യം. പക്ഷെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻചാർജിന് എന്നോട് കുറുകുറുപ്പുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ കള്ളത്തരങ്ങൾക്ക് ഞാൻ കൂട്ടുനിൽക്കാത്തത് കൊണ്ട്, അവൻ്റെ കള്ളത്തരങ്ങൾക്കും ഒക്കെ ഞാൻ എൻ്റെ നിലപാടുകളെ മാറ്റി ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇത് അറ്റ ടൈമിൽ ഇത് മാറ്റി വേറൊരു വ്യക്തിക്ക് കൊടുത്തത്. നമുക്കതിൻ്റെ അകത്തിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, നീയെ നല്ലതായിട്ട് ജോലി ചെയ്യുന്നു എടുക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എണ്ണിച്ചു, ഇതെന്താ, ഇതെപ്പോൾ സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു, ഇത് ലീലാമ്മ സിസ്റ്ററായിരുന്നല്ലോ, ഇതെന്നെ എങ്ങനെ പറ്റി എന്നൊക്കെ എല്ലാവരും പരസ്പരം എല്ലാവരും ചോദിച്ചു. അപ്പോൾ ഗോവൻ എൻ്റെ അടുത്തിരിക്കുന്നു. അപ്പം ഗോവൻ ചേച്ചി ഇതെങ്ങനെ സംഭവിച്ചു, ഇതെന്താ ഇങ്ങനെ പറ്റിയത് എന്ന് എല്ലാവരും ചോദ്യം ചെയ്യാനും എല്ലാവരും ഒക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു ഹാളിൽ. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇരിക്കുക, എന്തിനാ, വേറെ പ്രശ്നമില്ല, സാരമില്ല, പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം എന്നോട് ഞങ്ങളുടെ നേഴ്സിംഗ് ഇൻചാർജ് ഞാൻ സൈൻ ഇട്ടിട്ട് വരുന്ന സമയത്ത് പറഞ്ഞു, എന്നോട് സോറി പറയുകയാണ്. അത് സിസ്റ്റർ, അങ്ങനെയാണ് നിൻ്റെ ഇൻചാർജ് വന്നിട്ട് ഇവിടെ വഴക്കിട്ടു, അങ്ങനെയാണ് അത് രാത്രിക്ക് രാമായണം മാറ്റി വേറെ ആൾക്ക് കൊടുത്ത് അവനിഷ്ടമുള്ളവർക്ക് കൊടുത്തത് എടുത്തത്. അപ്പം ഞാൻ ചോദിച്ചു, സാറിന് എന്നോട് സോറി പറയുന്നത്? ഈ ഒരു കടലാസ് സാരമില്ല, എനിക്ക് കിട്ടുന്ന അവാർഡെന്ന് പറയുന്നത് എന്തുവാന്ന് ചോദിച്ചാൽ എൻ്റെ നിലപാടുകൾക്കുള്ളതാണ്. അത് ഞാൻ നോക്കുന്ന ഓരോ പേഷ്യൻറ്റും എന്നോട് പറയും, സിസ്റ്റർ നന്നായിട്ട് അറബി സംസാരിച്ചു, ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കി, സിസ്റ്റർ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു, സിസ്റ്റർ കുത്തിയിട്ട് നൊന്തില്ല, സിസ്റ്റർ നല്ലതായിട്ട് ഞങ്ങളെ നോക്കിയെടുത്തു, സിസ്റ്ററിൻ്റെ. അപ്പം അവർ പറയുന്നൊരു കാര്യമുണ്ട്, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ ഇന്ത്യയിൽ അവർ എത്രയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ട് പോകുന്ന ഒരു വേടുണ്ടല്ലോ, അതാണ് എൻ്റെ നേഴ്സിംഗ് പ്രൊഫഷനിലെ എനിക്ക് ഏറ്റവും വലിയ അവാർഡ്. ഞാനപ്പോൾ ആ നേഴ്സിംഗ് സൂപ്രണ്ടിനോട് പറഞ്ഞു, അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്, അതിനെയാണ് ഞാൻ വലിയ അവാർഡുകളായിട്ട് കണക്കാക്കുന്നത്. പിന്നെ എൻ്റെ സത്യസന്ധമായ നിലപാടുകൾ, ഞാൻ ആ കള്ളത്തരത്തിന് കൂട്ട് നിൽക്കത്തില്ല, ആ ഇൻചാർജിൻ്റെ കള്ളത്തരത്തിന് ഞാൻ കൂട്ട് നിൽക്കത്തില്ല എന്നുള്ള എൻ്റെ നിലപാടുകളെ മാറ്റി ഒരു അവാർഡിന് വേണ്ടിയിട്ട് ഞാൻ പറ്റത്തില്ല. അതിൻ്റെ ആവശ്യം, അങ്ങനെ എൻ്റെ നിലപാടുകളെ മാറ്റിയുള്ള ഒരു അവാർഡും എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ നിലപാടുകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെടും. അതാണ് പറഞ്ഞത്, നമ്മുടെ വ്യക്തിത്വത്തിനോ നമ്മുടെ സത്യസന്ധമായ നിലപാടുകൾക്കൊക്കെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് പലതും നഷ്ടപ്പെടും. പക്ഷെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ, നമ്മുടെ നിലപാടുകളിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നിലപാടുകളിൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിൽ എന്താ ഇന്ന് നമ്മൾ കാണുന്നത്, പല രാഷ്ട്രീയ ആൾക്കാരും, അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, എല്ലാ പാർട്ടിയിലും ആൾക്കാരെന്തോ നിമിഷം വെച്ചു അവരുടെ നിലപാടുകൾ മാറ്റി, എന്നിട്ട് അവർ വളച്ചൊടിച്ചു, അങ്ങനെ ഒടിച്ചു, ഇങ്ങനെ ഒടിച്ചു എന്നൊക്കെ. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, എല്ലാ നേതാക്കളിലും, മുക്കാലും നേതാക്കളിൽ കാണുന്നത് നമ്മളൊരു വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അവനവൻ്റെ നിലനിൽപ്പിനും അവനെ പറഞ്ഞതിനെ എത്ര പിടിയെന്ന് മാറ്റി പറിക്കുക, സ്വന്തം നിലപാടുകളിൽ നിന്നും പറഞ്ഞിട്ട് മാറ്റിയിട്ട് പിന്നെ വെള്ളം ചേർത്തുള്ള നിലപാടുകൾ പറയുക. അപ്പോൾ നമുക്ക് അവരൊന്നും അങ്ങനെയൊന്നും ഉള്ളവരൊന്നും ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരുവാൻ അർഹരല്ല. നമ്മൾ പറയുന്ന വ്യക്തിത്വം നമ്മളെന്താണോ, നമ്മുടെ വ്യക്തിത്വത്തിൽ കൂടെയാണ് നമ്മൾ എന്താണെന്ന് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത്, നമ്മളെ അറിയുന്നത്. ഇപ്പം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നിലമ്പൂരി മത്സരിച്ച സ്വരാജിനെ സഖാവിനെ ഇപ്പം ഞാൻ കണ്ടു, എന്തോ ഒരു പുള്ളി ആ കക്ഷി എഴുതി എന്തോ ഒരു പുസ്തകത്തിന് അവാർഡ് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്ന ന്യൂസിൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വരാജിനോട് ഒരു വ്യക്തിപരമായ വ്യക്തിത്വമുണ്ട്. കാരണം അവരുടെ സ്വരാജിൻ്റെ നിലപാടുകളെ എനിക്കിഷ്ടമാണ്. അപ്പം സ്വരാജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. ഞാൻ നേരത്തെയും എനിക്ക് പുരസ്കാരങ്ങളൊന്നും വേണ്ടെന്നുള്ള വ്യക്തിയാണ്. നേരത്തെയും പല പുരസ്കാരങ്ങളും ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരോട് നേരിട്ട് പറഞ്ഞ പുരസ്കാരത്തെയൊക്കെ ഞാൻ
സ്നേഹത്തോടെ തന്നെ നിരസിച്ചിട്ടുണ്ട്. എനിക്ക് പുരസ്കാരങ്ങൾ വേണമെന്നില്ല. ഇപ്പം ഈ പുരസ്കാരം ഞാൻ അറിഞ്ഞില്ല. ഞാനിവിടെ മീറ്റിങ്ങിലിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ വാർത്ത കണ്ടത്, ഇതറിഞ്ഞത്. പുള്ളി പൂക്കളുടെ പുസ്തകം എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിന് അവാർഡ് നിശ്ചയിച്ചിരിക്കുന്നു സാഹിത്യ അക്കാദമിയിൽ. പക്ഷെങ്കിൽ സ്നേഹത്തോടെ അത് നിരസിച്ചുകൊണ്ട് പുള്ളി പറയുന്നു എൻ്റെ നിലപാട് എന്ന് എനിക്ക് മാറ്റമില്ല. അപ്പോൾ ആ അവാർഡ് ലഭിക്കാൻ വേണ്ടിയിട്ട് സ്വരാജ് നേരത്തെ പറഞ്ഞിട്ടുള്ള വ്യക്തിത്വത്തിൽ നിന്ന് നിലപാടിൽ നിന്നും സ്വരാജ് മാറുന്നില്ല. അവാർഡ് സ്നേഹത്തോടെ നിരസിച്ചുകൊണ്ട് എനിക്ക് അവാർഡ് വേണ്ട, പുരസ്കാരം വേണ്ട, പുരസ്കാരത്തിനും പദവിക്കും വേണ്ടിയിട്ടുള്ള ആളല്ല, വ്യക്തിത്വമല്ല എൻ്റെന്ന് അവർ, അതാണ് നിലപാട്. സ്വരാജിൻ്റെ അങ്ങനെയുള്ള വ്യക്തിത്വത്തെയാണ് എനിക്കിഷ്ടവും ഞാൻ സ്നേഹിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടൊരു നിലപാടെന്ന് പറഞ്ഞാൽ സത്യത്തിന് നിൽക്കുക, ആരെയും കബളിപ്പിക്കാതിരിക്കുക, പറഞ്ഞ വാക്കിൽ നിന്നും തല പോയാലും മരിച്ചാലും പറഞ്ഞ വാക്കിൽ നിന്ന് മാറാതിരിക്കുക. ഇതൊക്കെ എൻ്റെ നിലപാടുകളാണ്. നമ്മളൊരു വാക്കൊരാൾക്ക് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ആ വാക്കിൽ നമ്മൾ എന്ത് ഇത് വന്നാലും നമ്മളതിൽ നിന്ന് മാറരുത്. പ്രലോഭനങ്ങൾക്ക് വഴങ്ങി നമ്മൾ ഒരിക്കലും നമ്മുടെ നിലപാടുകളെ മാറ്റരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ നിലപാടുകൾ നമ്മുടെ വ്യക്തിത്വമാണ്. നമ്മളിപ്പോൾ ഒരു വാക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാലോ അതാണ് നമ്മളെ നോക്കുന്നത്. ആ വ്യക്തിത്വത്തെയാണ് അവർ വിലയിരുത്തുന്നത്. അപ്പം നിമിഷം കൊണ്ട് നമ്മൾ ആ അപ്പം നമ്മൾ എന്തോ വ്യക്തിത്വത്തിനുടമയാണ്. എന്ത് വ്യക്തിത്വത്തിനുടമയാണ്? നിലപാടുകളില്ലാത്തവർ എന്ത് വ്യക്തിത്വത്തിനുടമയാണ്? ഒന്നിനുമല്ല. മിനിറ്റ് തോറും മാറ്റി പറയുക, പറഞ്ഞിരുന്ന വാക്ക് കൊടുത്തതിൽ നിന്നും പറഞ്ഞിരുന്ന നിലപാടുകളെ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കും വേണ്ടിയിട്ട് നിലപാടുകളെ മാറ്റി പറയുന്നവരെ വെറും വ്യക്തിത്വമില്ലാത്തവരെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എനിക്കന്ന് അവാർഡ് നഷ്ടപ്പെട്ടപ്പോൾ, എനിക്ക് ആ ബെസ്റ്റ് നേഴ്സ് അവാർഡ് അന്ന് 2012 നഷ്ടപ്പെട്ടപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നി. എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് സന്തോഷം തോന്നി. കാരണം എന്നാന്ന് ചോദിച്ചാൽ ആ സർട്ടിഫിക്കറ്റ് പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ബെസ്റ്റ് സ്റ്റാഫ്. നീ ബെസ്റ്റ് സ്റ്റാഫ് എന്ന് അനേകം പേഷ്യൻസിനോട് പറഞ്ഞു പോകുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും വലിയ എൻ്റെ സർട്ടിഫിക്കറ്റ്. പക്ഷെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് നഷ്ടപ്പെടുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ നിലപാടുകളുടെ, ഞാനെന്ന വ്യക്തിയുടെ നിലപാടുകളുടെ വിജയമാണ് അവിടെ ഉണ്ടായത്. അല്ലേ, എൻ്റെ നിലപാടുകളുടെ വിജയമാണ് അവിടെ ഉണ്ടായത്. അത് വേറൊരാൾക്ക് പോകുന്നത് നമുക്കില്ല. നമ്മളെക്കാളും ജൂനിയർ ഒരാൾക്ക് എടുക്കുന്നു. അത് അവരുടെ നിലപാടുകൾ. പക്ഷേ എൻ്റെ നിലപാടുകൾ അവിടെ ജയിച്ചു. എനിക്കത് കിട്ടാതിരുന്നത് കൊണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കള്ളത്തരത്തിനും കവടയ്ക്കും കൂട്ടം നിൽക്കാഞ്ഞതുകൊണ്ട് എനിക്കത് നഷ്ടപ്പെട്ടു. പക്ഷേ പിന്നീട് ഞാൻ നേഴ്സിൻ്റെ ജോലി ചെയ്തില്ലേ? ചെയ്തു. അപ്പോഴും ജോലി ചെയ്യുന്നിടത്തു നിന്നെല്ലാം എനിക്ക് നല്ല വേർഡ്സ് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്ത് അവിടെ നിന്നൊക്കെ ജോലി വിടുമ്പോൾ അയ്യോ പോകരുത്, നിങ്ങളെ പോണക്ക് ഒരാൾ വരത്തില്ല, എടുക്കത്തില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ സ്കൂളിലാണ് മെഡിക്കൽ ഇൻചാർജായിട്ട് ജോലി ചെയ്തത്. അപ്പം ജോലി ചെയ്ത സമയത്ത് ഞാൻ 5 വർഷം അവിടെ ജോലി ചെയ്ത സമയത്ത് അവർ എന്നോട് പറഞ്ഞു, അവിടുത്തെ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു, എന്നെ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, മാഡം എല്ലാവരുടെയും മണ്ടയ്ക്ക് ഒരു നോട്ടം വേണം. അതായത് ടീച്ചേഴ്സിൻ്റെ ആയമാരുടെ സ്കൂളിലെ എല്ലാവരുടെയും മണ്ടയ്ക്ക് എൻ്റെ ജോലി എന്തുവാ? മെഡിക്കലാണ്. എല്ലാവരുടെയും മണ്ടയ്ക്കൊരു നോട്ടം വേണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും അറിയാതെ എന്നോട് പറയണം. അപ്പോൾ എന്തുവാ? ഞോണ പറഞ്ഞു കൊടുക്കുക, ഗോസിപ്പ് അല്ലേ? എൻ്റെ രക്തത്തിലില്ലാത്ത കാര്യം, എൻ്റെ സ്വഭാവത്തിലില്ലാത്ത കാര്യമാണ് ഇത്. ഞാൻ കേട്ടു. ഞാൻ ഏസും നോയും പറഞ്ഞില്ല അവരുടെ അടുത്ത്. ഈ 5 വർഷം ഞാനവിടെ ജോലി ചെയ്തു. ഞാൻ ഒരു കാര്യം ഒരു ടീച്ചറിൻ്റെയോ ഒരു ആയമാരുടെയോ ആ സ്കൂളിലെ ഒരു വ്യക്തിയുടെ ഇവർ അധികാരം തന്നിട്ടുണ്ട് ചെന്ന് പറയാൻ, ഞാൻ ചെയ്തില്ല. ടീച്ചേഴ്സിൻ്റെ അറ്റൻഡൻസ് നോക്കുന്നതും അവർക്ക് താമസിച്ചു വന്ന റെഡ്മാർക്ക് ഇതൊക്കെ എൻ്റെ ജോലിയായിരുന്നു, എന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു ജോലിയായിരുന്നു. പക്ഷേ ഈ 5 വർഷം ഞാനവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5 വർഷം ഞാൻ അവിടുന്ന് ജോലി വിടുന്ന സമയത്ത് ആ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മാഡം ഈ 5 വർഷമായിട്ട് മാഡം ഇവിടെ ജോയിൻ ചെയ്തപ്പം പറഞ്ഞതാണ് ടീച്ചേഴ്സിൻ്റെയും ഒക്കെ
എന്തെങ്കിലും പറഞ്ഞൊക്കെ ഞങ്ങളുടെ അടുത്ത് തരണം, ആയമാരുടെയൊക്കെ പറഞ്ഞൊക്കെ തരണം. പക്ഷേ ഈ 5 വർഷമായിട്ട് മാഡം ഒരു ടീച്ചേഴ്സിൻ്റെയോ ഒരു ആയയുടെയോ ഒരു കംപ്ലൈൻറ്റോ ഒരു കാര്യങ്ങളും ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല. അത് അവർ തെറ്റായിട്ടാണ് കാണുന്നത്. അത് എന്നിലെ ഒരു കുറവായിട്ടാണ് അവർ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മാഡം, ഞാൻ വേണേൽ ജോലി ഇവിടുന്ന് വിടാം, പക്ഷെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ എന്നോട് പറയുന്ന കാര്യങ്ങളെ നുണ പറഞ്ഞു തരിക, മറ്റുള്ളവരുടെ ഗോസിപ്പ് വന്ന് പറഞ്ഞു തരിക, ഇത് എൻ്റെ ബ്ലഡിനകത്തിലില്ലാത്തതും എൻ്റെ ആറ്റിറ്റ്യൂഡിലും സ്വഭാവത്തിലും ഒന്നുമില്ലാത്ത കാര്യങ്ങളെ, ഈ കാര്യങ്ങളെ ഞാൻ ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ എന്നിൽ നെഗറ്റീവായിട്ട് കണ്ട കാര്യങ്ങളോ അതെൻ്റെ പോസിറ്റീവ് വ്യൂസാന്ന് പറഞ്ഞു. അതെൻ്റെ പോസിറ്റീവ് വ്യൂസാണ്. ടീച്ചർമാരുടെ ഗോസിപ്പ് പറഞ്ഞു തരാനോ ആയമാരുടെ, അവരൊക്കെ ടീച്ചേഴ്സൊക്കെ എന്തെന്ന് കഷ്ടപ്പെട്ടാണ് കുഞ്ഞു പിള്ളേരെയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഗോസിപ്പ് എന്ന് പറയാനോ, ആയമാർ വെളുപ്പാങ്കാലത്തെ വന്ന് കുഞ്ഞുങ്ങളെ എല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും റൂട്ടിലെല്ലാം പോയി കൊച്ചുങ്ങളെല്ലാം കൊണ്ട് അവരെ പറഞ്ഞു കൊടുക്കാനോ, എന്തിനാ? ഞാനങ്ങനെ പറഞ്ഞു കൊടുത്താൽ എന്തുവാ എനിക്ക് കിട്ടുന്നത്? അവരുടെ അന്നേരത്തെ വിജയിച്ചിട്ട് മാഡം യു ആർ ഓക്കെ എന്തിന്? അതല്ല ആ ഒരു വ്യക്തിയല്ല. എൻ്റെ വ്യക്തിത്വം വേറെയാണ്. ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആർക്കും നമ്മൾ കാരണം ഒരു ദോഷം വരാതിരിക്കുക. അത് ജോലി ചെയ്യുന്നിടത്തായാലും എവിടെയായാലും ആർക്കും നമ്മൾ കാരണം നമുക്ക് തന്നിരിക്കുന്ന അധികാരങ്ങളായാലും ആ അധികാരങ്ങൾ വെച്ച് ആരെയും ഭരിക്കാനോ അല്ലെങ്കിൽ ആരെയും ഇത് ചെയ്യാനോ അല്ല, എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടെ എല്ലാം ഇവിടെ കഴിയുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഞാൻ അവിടുന്ന് പോയിരുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും, ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു, എന്നെക്കാളും നല്ല ഒരാൾ വരട്ടെ ഇവിടെ. 5 വർഷം ഞാൻ ജോലി നിങ്ങൾ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാം നന്ദി. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നേക്കാൾ നല്ലൊരു സ്റ്റാഫ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം വർഷങ്ങളായി അവിടെ എന്നേക്കാൾ മുൻപേ തൊട്ട് അവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല മാഡത്തിനെ പോണ കാര്യം ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുമില്ല, ഇങ്ങോട്ട് വരത്തുമില്ല. എന്തുകൊണ്ടാണ്? എന്നിട്ട് അവരെനിക്ക് എൻ്റെ മെഡിക്കൽ റൂമിലെ അവർ ഫെയർവെല്ലെല്ലാം കേക്കും കട്ട് ചെയ്ത് ഫെയർവെല്ലും എല്ലാം തന്നാണ് എന്നെ അവിടുന്ന് വിട്ടത് അവസാനത്തെ ദിവസം. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഞാൻ അവരുടെ കുറ്റങ്ങളും കുറവുകളും ചെന്ന് ഈ കോർഡിനേറ്ററിൻ്റെ അടുത്തോ പ്രിൻസിപ്പാളിൻ്റെ അടുത്തോ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നോ? അവർ പറയത്തില്ലയോ, അയ്യോ ഈ മാടം ഒന്ന് പോയി കിട്ടാൽ മതി, ഞങ്ങളുടെ കുശുമ്പ് മുന്നാഴികെ ഞങ്ങളുടെ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവരുടെ അടുത്ത് പോയി ഓഫീസിൽ പോയി ചമച്ചേ എന്നെ ഗോസിപ്പ് പറയുന്ന നുണയും കൊതിയും പറഞ്ഞു കൊടുക്കുന്ന ഒരു മാടമാണ്. ഈ മാടം എത്രയും പിടിയെന്ന് പോകുന്നതന്നെ നല്ലത്. അപ്പോൾ അതാണ് നിലപാടുകൾ. എൻ്റെ നിലപാടാണ്, എനിക്ക് ജോലിയല്ല പ്രധാനം, എൻ്റെ നിലപാടാണ് എനിക്ക് പ്രധാനം. എൻ്റെ സ്ഥാനമാനങ്ങളല്ല എനിക്ക് പ്രധാനം, എൻ്റെ നിലപാടുകളാണ് എനിക്ക് പ്രധാനം. കള്ളത്തരം ചെയ്യില്ല, പറയില്ല, പ്രവർത്തിക്കില്ല, മറ്റുള്ളവരെ ദ്രോഹിക്കില്ല, വേദനിപ്പിക്കില്ല, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉപകാരം ചെയ്യാൻ പറ്റും, എടുക്കും എന്താണ് എൻ്റെ നിലപാട്. സത്യത്തിന് നിൽക്കുക, നീതിക്ക് നിൽക്കുക, ന്യായത്തിന് നിൽക്കുക, അതാണ് എൻ്റെ നിലപാട്. അത് വിട്ട് എനിക്കൊന്നും ഒരു പ്രശസ്തിയും വേണ്ട, അത് വിട്ട് എനിക്കൊരു സ്ഥാനമാനങ്ങൾ വേണ്ട, അത് വിട്ട് എനിക്കൊരു ജോലിയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇതിനൊരടമയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ അടുത്ത് നിലപാടുകളില്ലാത്ത ആൾക്കാരാണ് മുക്കാലുമുള്ളത്. സ്വന്തം നിലപാടുകളെ നിമിഷം കൊണ്ട് മാറ്റി പറഞ്ഞ് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആൾക്കാരെയാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അവർ എന്ത് വ്യക്തിത്വത്തിനുടമയാണ്? പറഞ്ഞതിൽ നിന്നും പിന്നോട്ട് പോയി പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം മറന്നു പോയിട്ട് സ്വന്തം നിലപാടുകളെ വെള്ളം ചേർത്ത് വേറെ നിലപാടുകൾ സ്വന്തം താല്പര്യത്തിനും സ്വന്തം നിലനിൽപ്പിനും വേണ്ടിയിട്ട് സ്വന്തം സുഖസൗകര്യത്തിനും വേണ്ടിയിട്ട് മാത്രം സ്വന്തം നിലപാടുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വെള്ളം ചേർത്തുകൊണ്ടായിരിക്കുന്ന അനേക ജീവിതങ്ങളെയാണ് നമ്മളിന്ന് കാണുന്നത്. സ്വന്തം നിലപാടുകളില്ലാത്തവർ. പക്ഷേ നമുക്കതിന് പറ്റില്ല. നമ്മൾ നിലപാടുള്ള വ്യക്തികളാണ്. അപ്പം എപ്പോഴും നല്ല നിലപാടുള്ളവരായിരിക്കുക. നല്ല നിലപാടുകളെ നമ്മളെ നല്ല വ്യക്തിത്വത്തിലേക്ക് നയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിനും നിലപാടുകൾക്കും ഉടമയാണോ, നമ്മളെ എന്നും അവരോർക്കും. എന്നും നമ്മളെ അവരോർക്കും. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റ് സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ സത്യസന്ധമായ നിലപാടുകൾ, നീതി ന്യായത്തിനും സത്യത്തിനും നിൽക്കുന്ന നമ്മുടെ നിലപാടുകളെ ഒരിക്കലും നമ്മൾ വെള്ളം ചേർക്കരുത്. അതൊക്കെ താൽക്കാലികമാണ്. നമ്മുടെ നിലപാടുകൾ നമുക്കുറച്ചതാണ്. അത് നമ്മുടെ വ്യക്തിത്വമാണ്. നമ്മുടെ നിലപാടുകളുടെ വ്യക്തിത്വത്തെ നമ്മൾ ഹത്യ ചെയ്യരുത്. നമ്മൾ സ്വയം ഹത്യ ചെയ്യരുത്. അത് നല്ലതല്ല.
അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ എല്ലാവരും കൂടെ പറയാനുള്ള, നമ്മൾ ഓരോരുത്തരും നല്ല നിലപാടുകളും നല്ല വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കട്ടെ. അങ്ങനെയായിരിക്കാൻ എല്ലാവരെയും ഇവിടെ അതുകൊണ്ടാണ് ഞാൻ സ്വരാജിനെ എടുത്തു പറഞ്ഞത്. സ്വരാജ് സ്നേഹത്തോട് തന്നെയാണ് പുരസ്കാരം. കാരണം അത് സ്വരാജിൻ്റെ നിലപാടാണ് അത്. എനിക്ക് പുരസ്കാരങ്ങൾ വേണ്ട, അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ വേണ്ട, പുരസ്കാരങ്ങൾ വേണ്ട, അത് സ്വരാജിൻ്റെ നിലപാടാണ്. അതുകൊണ്ടാണ് സ്നേഹത്തോടിപ്പോൾ അത് നിരസിച്ചത്. അങ്ങനെ എനിക്ക് എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നിട്ടാണ് എനിക്ക് ബെസ്റ്റ് സ്റ്റാഫ് നഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് 2012 രായ്ക്ക് രാമായണം അത് മാറ്റി വേറൊരു വ്യക്തിക്ക് കൊടുത്തത്. എൻ്റെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് അല്ലേ? ആ ഇൻചാർജിൻ്റെ കള്ളത്തരത്തിന് കൂട്ട് നിൽക്കാഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ എൻ്റെ വ്യക്തിത്വം, എൻ്റെ നിലപാടും അവിടെ ജയിച്ചു, അതല്ലേ? അപ്പോൾ എല്ലാവരും നല്ല നിലപാടുകളുള്ളവരായിരിക്കുക, നല്ല വ്യക്തിത്വത്തിനുടമയായിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇമേജുകൾക്കും മറ്റുള്ളതിനും വേണ്ടിയിട്ടും മാത്രം വ്യക്തിത്വത്തെയും നിലപാടുകളെയും മാറ്റാതിരിക്കുക. അതാണ് എനിക്കിന്ന് വീഡിയോയിൽ കൂടെ പറയാൻ ശ്രമിക്കുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം. വേറൊരു വീഡിയോ ആയിട്ട് ഇനി കടന്നു വരാം.